LDC എക്സാം കണ്ണൂർ അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ആൻസർ കീയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയതാണ്. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കോഡാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായി സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാലദ്വീപാണ്. അതായത് നമ്മൾ കറണ്ട് അഫയർ പത്രമൊക്കെ വായിക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ട് സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ്? മാലദ്വീപാണ്. മാലദ്വീപ് ഒരു ടൂറിസ്റ്റ് രാജ്യമല്ലേ, അപ്പോൾ അവിടെ ഇസ്രായേലുകാർക്ക് ഇത് നിരോധിച്ചിട്ടുണ്ട്, പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മാലദ്വീപാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. വളരെ എളുപ്പമാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അതുപോലെ 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വി.പി. മേനോനാണ്. വി.പി. മേനോനാണ്. രണ്ടിന്റെ ആൻസർ ഓപ്ഷൻ ഡി വി.പി. മേനോനാണ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബേസലസ് ആണ്. ബേസലസ് ആണ്. മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായത് ഏതാ? വളരെ എളുപ്പമാണ്. ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദനും അതുപോലെ തന്നെ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാലും. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഉൾപ്പെടാത്ത പ്രസ്താവനകൾ ഞാൻ പറഞ്ഞു പോകാം. ഉൾപ്പെടാത്ത പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. 2ഉം 4ഉമാണ് ഉൾപ്പെടാത്ത പ്രസ്താവനകൾ വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് വരുന്നത് കേട്ടോ. അടുത്ത ആറാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായത് ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉമാണ് ശരി. അതായത് എനിക്ക് ശേഷം പ്രളയം, ലൂയി 15ാമനും നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻഡ്രിയാനെറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 6ന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 7, പെൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ വളരെ എളുപ്പമാണ്. ഓപ്ഷൻ സി ഗോദാവരിയാണ്. 8ാമത്തെ ചോദ്യം, പ്രൈം മെറിഡിയൽ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് ആണ്. 9ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒഡീഷയാണ്. 10ാമത്തെ ചോദ്യം, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായി ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക. 11 വളരെ എളുപ്പമുള്ളതാണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ലൂ ആണ്. 12ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി തൃശ്ശൂരാണ്. 13ാമത്തെ ചോദ്യം, 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. 14ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റി പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ്. ഗ്രാമീണ അസമത്വമാണ് ശരിയല്ലാത്തത്. പിന്നെ 15ാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ അതായത് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ്. അപ്പോൾ 15ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്താണ്? വ്യവസായികവൽക്കരണത്തിന്റെ അടിത്തറ കേട്ടോ. 16 ഓപ്ഷൻ സി ആണ്. 17, ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണെന്നാണ്. സവിശേഷത എന്താണ് സ്വയം പദ്ധതിയുടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക കേട്ടോ. 17ാമത്തെ. 18ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഇതാണ് ഉൾപ്പെടാത്തത്. ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. 18ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 19, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി എന്താണ്? മുദ്ര പദ്ധതി നമുക്കറിയാം, ചെറുകിട സംരംഭകരെ സമ്പത്ത് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 19ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് നൽകുന്നത്? ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്ന ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ 21ാമത്തെ ചോദ്യം, ഡിലീഷൻ പോവും. കാര്യം ഇതിൻ്റെ ആൻസർ ഏതാണ്? 51A എന്ന് പറയുന്നത് എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഏതാ? മൗലിക കർത്തവ്യങ്ങളോട് ബന്ധപ്പെട്ട്. ഇത് 4A ആണ് നമുക്കറിയാം. പിന്നെ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 21
ഓപ്ഷൻ 1 മാത്രം ശരി എന്നാണ് പറഞ്ഞത്, പക്ഷേ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഡിലീഷൻ ആയിപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? 2ഉം 3ഉമാണ്. അതായത് നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ തരത്തിലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. ഓൺലി 2 ആൻഡ് 3ആണ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട്? മൗലിക അവകാശങ്ങളും അതുപോലെ തന്നെ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും. ഓപ്ഷൻ സി ആണ്. ഓൺലി 2 ആൻഡ് 3 ആണ്. 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 23 ഓപ്ഷൻ സി. 24 ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉമാണ്. അത് ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയയും കേട്ടോ. പിന്നെ 25ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. 19ാം വകുപ്പ് പ്രകാരം ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം വരും, അതുപോലെ തന്നെ സംഘടന രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 3ഉമാണ്. വളരെ എളുപ്പമാണ്. 75 ബി ആണ്. 26 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കമ്മീഷനിലെ 5 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ശരിയാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. തെറ്റല്ലേ? ഹൈക്കോടതി ജസ്റ്റിസ് അല്ലേ അംഗമായിട്ട് വരുന്നത്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൺലി 1 ആൻഡ് 2 ആണ് വരുന്നത്. 26ന്റെ ആൻസർ ഓപ്ഷൻ ഡി. 27 കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പോൾ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിച്ചേക്കാം. ശരിയായിട്ടുള്ളതാണ്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ സീറ്റുകളുടെ എണ്ണം തുല്യമായിരിക്കും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയാണ്. ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആൻഡ് 3 ആണ് കേട്ടോ. 27. 28ാമത്തെ ചോദ്യം എന്താ? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയായിട്ടുള്ളതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതുപോലെ തന്നെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 28ന്റെ ഓപ്ഷൻ ബി. 29 ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ശരിയായ പ്രസ്താവന. ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അത് നമുക്കറിയാം. ശരിയായിട്ടുള്ളതാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 29ന്റെ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ്. ഓപ്ഷൻ ഡി ആണ്. 30ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 73ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തുക. അത് തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ത്രിതല ഭരണ സംവിധാനം പ്രതിദാനം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1 ആൻഡ് 3 ആണ് ശരിയായിട്ടുള്ളത്. 30ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 31 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആണ് വരുന്നത് കേട്ടോ. അതായത് സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീൻ ആണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറെ ചുമതല വഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് ആണ്. 31 സി ആണ് കേട്ടോ. 32 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ് വെച്ചിട്ട് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയായിട്ടുള്ളതാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 32 ആൻസർ ഓപ്ഷൻ ഡി. ഓൺലി 1 ആൻഡ് 2 ആണ്. 33 ചുവടെ ചേർത്തുക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്ന് നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. ശരിയായിട്ടുള്ളതാണ്. സംസ്ഥാന ഭരണ നിർവഹണത്തിൻ്റെ തലവൻ ഗവർണറാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 ആൻഡ് 2 ആണ് വരുന്നത് കേട്ടോ. 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്ത ഏതെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലാത്തതായിട്ട് വരുന്നത്. 34 സി ആണ്. 35 താഴെ പറയുന്നതിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ എ ഓസ്റ്റിയോപൊറോസിസ് ആണ്. 36 ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി മഴക്കാടുകളാണ്. 37 ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പാണ് കേട്ടോ. 38 ജനിതക എഡിറ്റിംഗ് സാങ്കേതികയായ
ക്രിസ്പർ Cas9 ഏത് മേഖലയിലെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്? അപ്പോൾ കൃഷി, കൃത്രിമ ബുദ്ധി, ക്യാൻസർ ചികിത്സ എല്ലാം വരുന്നതാണ്. ഓപ്ഷൻ ഡി എല്ലാം എന്നാണ് വരുന്നത്. പിന്നെ 39 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അയോട്ടയാണ്. 40 ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ആൻസർ ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്റ്റി ആണ്. 41 ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ് ആണ്. 42 ഗുരുത്വാകർഷണ മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏതെന്നാണ്? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്, ശരിയായിട്ടുള്ളതാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് 42ന്റെ ആൻസർ വരുന്നത്. 43 h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം ഗതികോർജ്ജം തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1:1 ആണ് കേട്ടോ. 44 താഴെ പറയുന്ന മാധ്യമങ്ങളെ വായുവിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുന്നുണ്ടോ? വായു, അതുപോലെ ശുദ്ധജലം, പിന്നെ സമുദ്രജലം. ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. 2, 1, 3 കേട്ടോ. 45 ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്ര ശതമാനമാണെന്നാണ് ചോദിക്കുന്നത്? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 1% ആണ് കേട്ടോ. 46 താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം ഓർ പദ്ധതി അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്? അല്ലാത്തത് വരുന്നത് ഇതാണ് കേട്ടോ, NLCIL ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 46. 47 താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചിയാൻ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അമോണിയാണ്. 48 കലാമിൻ എന്നത് ഏത് ലോകത്തിൻ്റെ അയരാണ്? സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഓപ്ഷൻ ഡി സിങ്ക് ആണ് കേട്ടോ. 49 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 49 സി ആണ്. 50ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂരാണ് കേട്ടോ. 51 താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ റോവർ? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രഗ്യാനാണ്. 52 കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? ആൻസർ ഓപ്ഷൻ ഡി മിഴാവാണ്. 53 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. 54 വെട്ടത്വ സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി കഥകളിയാണ്. 55 മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മയാണ്. 56 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി 1973. 57 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ഇന്തോനേഷ്യയാണ്. 58 മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ സി പ്രിയ AS ആണ്. 59 സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട ഏതെങ്കിലും അജ്ഞാത വ്യക്തി ഓർ സ്ഥാപനം വിശ്വസനീയമായ ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇതൊരു എന്താണ്? ഫിഷിംഗ് ആണ്. ഓപ്ഷൻ സി ഫിഷിംഗ് ആണ്. 60 പാക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി റൂട്ടറാണ്. 61 ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ള എന്താണ്? ആൻസർ ഓപ്ഷൻ സി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. 62 ഡാം ഒരു ആൻസർ ഓപ്ഷൻ ബി മാൽവെയർ ആണ് കേട്ടോ. 63 യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈൻ ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികവിദ്യയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ഓഗ്മെന്റ് റിയാലിറ്റി ആണ്. 64 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല. എന്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി വായിച്ചാൽ തന്നെ അറിയാം, ചൂഷണത്തിനുള്ള അവകാശം. 65 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. പ്രവർത്തനങ്ങൾ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ്. 66 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം പ്രധാന ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കാണ്. 67 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നതിൽ അവകാശത്തിൽ ഉൾപ്പെടുന്നു. അപ്പം 2ാം വകുപ്പിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ജോലി രേഖകൾ എന്നിവ, രേഖകളുടെ ചാർട്ടുകൾ, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പുകൾ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മുകളിൽ പറഞ്ഞവ എല്ലാം കേട്ടോ. 68 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിക്ക് തെളിവുകൾ ഇനി പറയുന്ന എത്ര ദിവസത്തിനുള്ളിൽ നൽകണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ദിവസമാണ് വരുന്നത്. 69 പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. 70ാം ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ്റെ 2024 അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ രേഖ ശർമ്മയാണ് കേട്ടോ.
ഇനി മാത്സ് ആണ്. മാത്സ് പറയാം. 71ാമത്തെ ചോദ്യം. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിൽ എത്ര വശങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 3 ആണ് കേട്ടോ. 72 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 1800 ആണ്. 73 2 5 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 17 ആണ്. 74 8 വർഷം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 4160. 75ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 4 ആണ് കേട്ടോ. 76 വരുന്നത് ഈ എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 440 ആണ് വരുന്നത്. 77 ഒരു ചതുർഭുജത്തിൻ്റെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 144 ആണ്. 78 ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ മൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ ആ സംഖ്യ എത്ര എന്നാണ്? ആൻസർ ഓപ്ഷൻ സി 80 ആണ് വരുന്നത്. 79 ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 12 ആണ് വരുന്നത് കേട്ടോ. 80 ചിത്രത്തിൽ ACP അളവ് 260 ഡിഗ്രി ആയാൽ കോൺ ACBയുടെ അളവ് എത്രയാണ്? എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 50 ആണ് കേട്ടോ. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹാൻഡ് കെർഷീഫ്സ് എന്നാണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് വരുന്നത്. 82 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് ദ അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്നാണ് വരുന്നത്. 83ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. സ്പോട്ട് ദ ഇറർ ആണ്. ഇവിടെ ഓൾറെഡി ഓൾ ത്രൂ ഹീ ലെഫ്റ്റ് ഹോം എയർലി എന്നാണ് വരുന്നത്. ഓൾ ത്രൂവും പിന്നെ ബട്ട് വരത്തില്ല. ഓൾ ത്രൂവും ബട്ടും സെയിം മീനിങ് ആണ് വരുന്നത്. ഓൾ ത്രൂ ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബട്ട് വരത്തില്ല. ഓപ്ഷൻ ബി ആണ് ഇവിടെ എററായിട്ട് വരുന്നത്. ആൻസർ 83ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 84 ഫസിമിലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എളുപ്പമാണ്, ഓപ്ഷൻ ബി എക്സാക്ട് കോപ്പിയാണ്. 85 നവീൻ സെഡ് ഐ നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആകുമ്പോൾ നവീൻ ആസ്കഡ് എന്ന് വരും. നവീൻ ആസ്കഡ് വരുമ്പോൾ ഏതാണ്? ഐയും ഹിയും അല്ലേ, പിന്നെ ഇവിടെ ഐ ഹി ആയി മാറത്തില്ല. അപ്പോൾ ഓപ്ഷൻ ഡി വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. നവീൻ ആസ്കഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ എന്നാണ് വരുന്നത്. പിന്നെ അടുത്തത് ഏതാണ്? 86ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നൺ ഓഫ് ദ വർക്ക് മാൻ അറൈവ്ഡ്? ആൻസർ ഓപ്ഷൻ സി ഡിഡ് ദേ ആണ് വരുന്നത്. 87 ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത്? ആൻസർ ഓപ്ഷൻ ബി റാറ്റ് ആണ് വരുന്നത്. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എയും ദ ആണ് വരുന്നത്. 89 ഹീസ് ബീയിങ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ് എന്നാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്. 90ാമത്തെ ചോദ്യം ദേ ഹാവ് കോൺടാക്റ്റഡ് എവരി വൺ വിത്ത് കൺസേൺഡ് ചേഞ്ച് ഇൻ ദ വോയിസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. എന്താണ്? എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോൺടാക്റ്റഡ് എന്നാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇനി മലയാളമാണ്. താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണ്? 91ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനോട് ഉള്ള അവസരം കൂടി നൽകേണ്ടതാണ്. 92 നമ്മൾ എപ്പോഴും പറയുന്നതാണ്, റിവിഷൻ ക്ലാസ്സിൽ മലയാളം വളരെ എളുപ്പമായിരുന്നു കേട്ടോ. 92ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വാമികളാണ്. 93 വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദമാക്കുമ്പോൾ ഏതാണ്? വൈദികമാണ്, ഓപ്ഷൻ എ വൈദികം. 94 ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ശാശ്വതമാണ് വരുന്നത്. 95 ഓപ്ഷൻ എ ആണ് വരുന്നത്. നിലാവിൻ്റെ എന്ന പദത്തിൻ്റെ ശരിയായ പദങ്ങൾ ഏതാണ്? നിലാവ്, ഓപ്ഷൻ എ നിലാവ്, ചന്ദ്രിക, കൗമുദിയാണ്. 96 അമ്പലം വിഴുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ്. 97 എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഭഗവത്ഗീതയാണ്. 98 വിണ്ടലം എന്ന ശരിയായ പദം ചേർത്തെഴുതിക്കുന്നത് എങ്ങനെയാണ്? ഇത് സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് വിണ്ടലം? ഓപ്ഷൻ എ ആണ്, വിൺ പ്ലസ് തലമാണ് വരുന്നത്. 99 തലവേന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തലയിലെ വേദനയാണ്. 100ാമത്തെ ചോദ്യം ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാലേയം ആണ് കേട്ടോ, മാലേയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻ ബി മാലേയമാണ് കേട്ടോ. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയുടെ ആൻസർ കീയായിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ എക്സാം സംബന്ധിച്ചിടത്തോളം കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കറണ്ട് അഫെയർ കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത്രയും കറണ്ട് അഫെയർ ചോദിച്ചില്ല. അതൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് വളരെ കുഴപ്പമില്ലായിരുന്നു. മലയാളം ഇംഗ്ലീഷും വളരെ കുഴപ്പമില്ലായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. മലയാളം വളരെ സിമ്പിളായിരുന്നു മലയാളം. പിന്നെ അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ, നിങ്ങൾ എഴുതിയിട്ടുള്ളവർ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെ കട്ട് ഓഫൊക്കെ ഇനി അടുത്ത ഇതിൽ പറയാം. ഞാനൊരു പോൾ ഇടാം. പോൾ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യണേ. അപ്പം നമുക്കറിയാമല്ലോ എത്ര പേർക്ക് എത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിനെ പറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. താങ്ക് യു ഓൾ.